കൂടുതൽ. അത് ജെനുവിനായ ഒരാളുടെ പ്രകൃതമാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഷാരിസ് വാക്കുകൾ ഉപയോഗിക്കുന്നത്, കാരണം ഷാരിസ് ഒരു പ്രൊഫസറാണ് അല്ലേ, കാണാനില്ലെന്നുള്ളൂ, പ്രൊഫസറാണ്, വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. അപ്പോ അതിനെ ഒരാളോടുള്ള ശത്രുതയായിട്ടൊന്നും കാണണ്ട. പിന്നെ ആർക്കും എന്തും പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിനുള്ള മനസ്സുള്ളവരാണ്, എന്ത് നിലനിർത്തണ്ട എന്ന് തീരുമാനിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ മലയാളികളാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഭാരവാഹികൾ റിയേഴ്സ്, അതുപോലെ ഹാരിസ്, രൂപേഷ് തുടങ്ങിയ ജയേഷ്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന്. ഇവരോട് എല്ലാവരും, അതുപോലെ തന്നെ പ്രവാസികളെ, ഇപ്പം നമ്മുടെ ഇവിടുന്ന് പോയിട്ട് ദുബായിലും ഖത്തറിലും ഒമാൻ, ബഹറിൻ എല്ലായിടത്തുള്ള ഫാൻസിലെ സഹോദരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അവരൊക്കെ ഇങ്ങനൊരു ഫംഗ്ഷൻ കേട്ടപ്പോഴേക്കും എല്ലാവരും ആവേശത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ തിയേറ്ററിൽ നമ്മളെല്ലാവരോടും ഇരുന്ന് ഇത് ആദ്യമായിട്ട് റിലീസ് ചെയ്തപ്പോൾ ദിവസത്തെ ആ ഒരു ഫീലിലാണ് ഇവിടെ ഇരുന്ന് സിനിമ കണ്ട് ആഘോഷിച്ചത്. ഇന്നിപ്പോൾ CTVയിൽ ഈ സിനിമ വന്നപ്പോൾ ഗംഭീരമായിട്ട് റിപ്പോർട്ടുകളുണ്ട്. CTVയിൽ കണ്ടിട്ട് ആളുകൾ വന്നിട്ട് വീണ്ടും അത് തിയേറ്ററിൽ വന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. അപ്പം എന്തായാലും സിനിമ ഇന്നിപ്പോൾ ഒരു സിനിമ 50 ദിവസം ഓടുമെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് 500 ദിവസം ഓടുന്ന പോലെയാണ്. ആ ഒരു അവസ്ഥയിലാണ്. അത് നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് ഇത്രയും തിരക്കൾക്കിടയിൽ നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ വന്നിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. തുടർന്നും ദിലീപ് ഫാൻസിന്, ഇതിലെ മെമ്പേഴ്സിന് മുന്നോട്ട് യാത്ര ചെയ്യാനും, അതുപോലെ അവരുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും ഐശ്വര്യങ്ങളും അവർക്കെല്ലാം ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ തൽക്കാലത്തേക്ക് താങ്ക്സ് എ ലോട്ട്. പിന്നെ അതുപോലെ സാഗർ, സനൽ, ജോസൂട്ടി, ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലുണ്ട്, രണദേവ, ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ തീരാത്ത ബാക്കി കാര്യങ്ങൾ ലിസ്റ്റും പറഞ്ഞ പോലെ ഗംഭീര ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ. താങ്ക്സ് എ ലോട്ട്, ലവ് യു ഓൾ. ബാക്കി മൊമന്റോസ് ഇവിടെ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ജില്ലാ കമ്മിറ്റികൾക്ക് മൊമന്റോ ദിലീപേട്ടനാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സൈഡിൽ നിന്ന് സഹകരിച്ച ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ, തിരുവനന്തപുരം ജില്ലയിലെ ഭാരവാഹികൾ ആദ്യം